അപ്പോൾ നമ്മൾ വീണ്ടും ഒരു പോളോ ആയിട്ട് എത്തിയിരിക്കുകയാണ്. നിങ്ങൾ ഓർക്കും എനിക്ക് വേറെ വണ്ടിയൊന്നും കിട്ടുന്നില്ല, ഈ പോളോ തന്നെ ഇങ്ങനെ തന്നെ പിന്നെയും കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്. പക്ഷെ നമ്മൾ ഇതിനുകൊണ്ട് കൊണ്ടുവന്ന് തന്നെ പോളോ അത് GT വേരിയൻ്റ് ആണെങ്കിൽ കൂടി അത് 6 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ഗിയർ ബോക്സ് വരുന്ന TSA എഞ്ചിനുള്ള വാഹനമായിരുന്നു. 1 ലിറ്റർ എഞ്ചിനായിരുന്നു വരുന്നത്, ഒരു 1 ലിറ്റർ ടെർബോ ചാർജ് എഞ്ചിനായിരുന്നു. പക്ഷെ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നതാണ് ശരിക്കുള്ള GT TSI എന്നാണ് എല്ലാവരും പറയാനുള്ളത്. കാരണം അതിൻ്റെ കമന്റ് ബോക്സിൽ തന്നെ ഒരുപാട് പേര് പറഞ്ഞായിരുന്നു ഇത് GT അല്ല, GT വേരിയൻ്റ് വേറെയാണെന്നൊക്കെ. പക്ഷേ ഇത് ശരിക്കുള്ള GT TSI ആണ് നമ്മളിന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ 1.2 ലിറ്റർ എഞ്ചിൻ വരുന്ന 7 സ്പീഡ് ഗിയർ ബോക്സ്, അതും DCT ഗിയർ ബോക്സ്. വോക്സ്വാഗൺ അതിനെ വിളിക്കുന്നത് DSG ഗിയർ ബോക്സ് ആണ്. ശരിക്കും അതിൻ്റെ സാങ്കേതിക വിദ്യ എന്ന് പറഞ്ഞാൽ ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ ഉള്ളൊരു വാഹനമാണ് നമ്മളിന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. ശരിക്കുള്ള ഹോട്ട് ഹാച്ച്, ലാഗ് എന്താണെന്നറിയാത്ത പെർഫോമൻസിൻ്റെ അവസാന വാക്കായ ഒരു ഹാച്ച് ബാക്കാണ് നമ്മളിന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ സൗണ്ടിലൊക്കെ ചെറിയൊരു എനർജി കുറവുണ്ട്. നമ്മൾ ചെറിയൊരു ട്രിപ്പും കാര്യങ്ങളൊക്കെ പോയിട്ട് വരികയാണ്. ഇങ്ങ് കേരളത്തിൽ നിന്ന് അങ്ങ് കാശ്മീർ വരെ പോയിട്ട് വന്നതിൻ്റെ ഒരു ചെറിയ ക്ഷീണമുണ്ട്. എങ്കിലും വണ്ടി ഓടിക്കുമ്പോൾ ഒരു ക്ഷീണമില്ല. അമ്മാതിരി പെർഫോമൻസാണ് വണ്ടി കാഴ്ചവെക്കുന്നത്. കാരണം ഈ ഒരു ബോഡി വെയ്റ്റും ഈ ഒരു സ്റ്റെബിലിറ്റിയും ഇത്രയും കപ്പാസിറ്റി ഉള്ളൊരു എഞ്ചിനും ഈ ഗിയർ ബോക്സും ഒക്കെ കൂടി ആകുമ്പോൾ നമുക്ക് ആ ഒരു ഡ്രൈവിംഗ് പ്ലഷർ എന്ന് പറഞ്ഞാൽ അതൊന്ന് വേറെ തന്നെ. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വാഹനം സെയിലിനുള്ള വാഹനമാണ്. അപ്പോൾ പോളോ GT അന്വേഷിച്ച് നടക്കുന്നവർക്ക് ഇത് ഉപകാരപ്പെടും. 2016 മോഡൽ 17 രജിസ്ട്രേഷൻ വരുന്ന 72,000 കിലോമീറ്റർ ഓടിയ, നിലവിലിപ്പോൾ നമ്മുടെ പേരിലോട്ട് മാറി സെക്കൻഡ് ഓണർഷിപ്പായ 4 പുത്തൻ ടയർ ഉള്ള നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ നിൽക്കുന്നൊരു വാഹനം. യാതൊരു തരത്തിലുള്ള റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല, പക്കാ ക്വാളിറ്റി വാഹനം. ഇതിന് നമ്മൾ പ്രൈസ് ആസ്ക് ചെയ്യുന്നത് ഏകദേശം 6.25 ലക്ഷം രൂപയാണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഇനി നമുക്ക് ഡിസൈൻ വൈസ് ഒന്നും കൂടുതൽ എടുത്തു പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ഒരുപാട് തവണ ആവർത്തിച്ചാണ്. 1.2 MPAയുടെ നമ്മൾ ചെയ്തതാണ്, 1 ലിറ്റർ MPAയുടെ ചെയ്തതാണ്. പിന്നെ ഈ 6 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ഗിയർ ബോക്സ് വരുന്ന വാഹനത്തിൻ്റെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് നിലവിൽ നമ്മളൊന്ന് പ്രൈവറ്റ് ആക്കിയിട്ടുണ്ട്. അതുടനെ തന്നെ പബ്ലിഷ് ചെയ്യാൻ നമുക്ക് പ്രതീക്ഷിക്കുന്നു. ഇനി സൈഡ് പ്രൊഫൈലും ഫ്രണ്ട് പ്രൊഫൈലും റിയർ ഒന്നും ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. പോളോ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ വരും. അത്യാവശ്യം മിനിമലായിട്ടുള്ള ഡിസൈനാണ്. 2010 മുതൽ 2022 വരെ കണ്ടുവന്നിരുന്ന അതേ ഒരു ഡിസൈൻ പാറ്റേണൊക്കെയാണ്. ചെറിയ ചെറിയ ഗ്രില്ലിൻ്റെ കാര്യത്തിലും ഹെഡ് ലാമ്പിൻ്റെ കാര്യത്തിലും ഒക്കെ ഉള്ളൊരു വ്യത്യാസം ഒഴിച്ചു നിർത്തി ഇതിൻ്റെ ബോഡി പാനലൊക്കെ പക്കാ സെയിം തന്നെയാണ്. ഏത് മോഡൽ വാഹനവും നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് മോഡലോട്ട് കൺവേർട്ട് ചെയ്യാം. ബമ്പറും ഗ്രില്ലും കാര്യങ്ങളൊക്കെ ഒന്ന് മാറി വെച്ചാൽ മാത്രം മതി. അപ്പോൾ ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വേണമെങ്കിൽ 2020 മോഡലോട്ട് കൺവേർട്ട് ചെയ്യാം. അതിൻ്റെ ഗ്രില്ലും ബമ്പറും ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്താൽ കുറച്ചുകൂടി ഒരു സ്പോർട്ടി ലുക്കിലോട്ട് നമുക്ക് കൊണ്ടുവരാം. ഫ്രണ്ടിൽ നമുക്ക് GT ബാഡ്ജിങ് കാണാം. സൈഡ് പ്രൊഫൈലിലോട്ട് വരുമ്പോഴും നമുക്ക് ഈ ഒരു ക്വാർട്ടർ പാനലിൻ്റെ വശത്തെ GT TSI എന്നുള്ളൊരു ബാഡ്ജിങ് ആണ്. ഇതാണ് ആകെ ഒരു മാറ്റം വരുന്നത്. ടയർ സൈസിലോട്ട് കിടക്കണമെന്നുണ്ടെങ്കിൽ 185/60 15 ഇഞ്ച് ടയറാണ് വരുന്നത്. ഇതിൻ്റെ ഹൈലൈൻ പ്ലസ് എന്ന വേരിയൻറ്റിൽ 16 ഇഞ്ച് വീലാവും. ഇത് 15 ഇഞ്ച് വീലാണ് വരുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ 4 പുത്തൻ ടയറുകൊണ്ട് ഒരു സിംഗിൾ ടോൺ അലോയ് വീലാണ് വരുന്നത്. ഒരു സിൽവർ അലോയാണ് വരുന്നത്. സൈഡ് പ്രൊഫൈലൊക്കെ വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള വാഹനമാണ്. സ്പോയിലർ കാണാം. ഒരു ഷാർഫിൻ ഹാൻഡ് എന്ന് പറയണമെന്നുണ്ട്. ഷാർഫിൻ ഹാൻഡിന് ഒരു നോർമൽ ഹാൻഡ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഗ്ലാസ് ഏരിയയും കാര്യങ്ങളൊക്കെ കാണാം. സൈഡ് പ്രൊഫൈലൊക്കെ എത്രത്തോളം നീറ്റാന്ന് നിങ്ങൾക്ക് കാണാം. ഒരു പെയിൻറ്റ് ടച്ചപ്പ് പോലും നടത്താത്ത വാഹനമാണ്. ഇനി നമുക്ക് റിയർ സൈഡും കൂടി നോക്കിയിട്ട് ഇന്ത്യയിലെ കുറച്ച് കാഴ്ചകളും ജസ്റ്റ് ഒന്ന് ഓടിച്ചു കണ്ടായിരുന്നു. റിയർ സൈഡ് നോക്കുവാണെങ്കിലും വളരെ മിനിമലായിട്ടുള്ള ഒരു ഡിസൈനാണ്. ഇവിടെ നമുക്ക് ആകെ വ്യത്യാസം പറയാനുള്ള GT ബാഡ്ജിങ് കാണാം. TSI എന്ന എഞ്ചിനെ സൂചിപ്പിക്കുന്ന ഒരു ബാഡ്ജിങ് കാണാം. റിയർ വൈപ്പർ, ഡീഫോഗർ, സ്പോയിലർ തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഗ്രേ കളർ ആയതുകൊണ്ടാണ് അറിയാത്തത്. ഇതൊരു പിയാനോ ബ്ലാക്ക് സ്പോയിലറാണ് ഈ വാഹനത്തിന് വരുന്നത്. പിന്നെ പോളോയുടെ ഏറ്റവും ആകർഷണമായിട്ടുള്ള സംഭവം അന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് ഇന്നേ വരെ ഈ ഒരു ബൂട്ട് ഓപ്പണിംഗ് ആണ്. അതൊരു രസമുള്ള പരിപാടി തന്നെയാണ്. ലോഗോയിൽ ആ ബൂട്ട് ഓപ്പണിംഗ്. റിയർ സീറ്റ് സ്പേസ് കുറവാണെങ്കിൽ അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസ് വാഹനത്തിനുണ്ട്. പാഴ്സൽ ട്രെയും കൊടുത്തിട്ടുണ്ട്. അതും എടുത്തു പറയേണ്ട ഒരു സവിശേഷതയാണ്. ഇത് നമുക്ക് ഇൻറ്റീരിയറിലെ കാഴ്ച ജസ്റ്റ് ഒന്ന് ഓടിച്ചു കാണാം. അപ്പോൾ പോളോയുടെ ഇൻറ്റീരിയർ പെട്ടെന്നൊന്ന് ഓടിച്ച് കാണിച്ചേക്കാം. ഞാൻ കാണിച്ച് ഞാൻ തന്നെ മടുത്ത്. ഹൈലൈൻ വേരിയൻ്റ് ആണ് വരുന്നത്. ഒരു ബേസിക് ആയിട്ടുള്ള ഇൻഫർടൈൻമെന്റ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. FM, ബ്ലൂടൂത്ത്, റേഡിയോ, ഫോൺ, സ്കാൻ അങ്ങനെയുള്ള പരിപാടിയൊക്കെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ AC വെൻസ് ആണ്. ഫുള്ളി ബ്ലാക്ക് ആയിട്ടുള്ള ഇൻറ്റീരിയർ ആണ് വരുന്നത്. സ്റ്റിയറിംഗ് വീലിലും ഒരു 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. അതിലും അത്യാവശ്യം കൺട്രോൾസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ലൈറ്റിൻ്റെ കൺട്രോൾസ് ഒക്കെ പോളോ ഓടിച്ചിട്ടുള്ളവർക്ക് അറിയാം. ഇവിടെയാണ് ലൈറ്റിൻ്റെ കൺട്രോൾസ് ഒക്കെ വരുന്നത്. ജർമ്മൻ വാഹനങ്ങൾ കാണുന്ന പോലെ തന്നെ ഡോർ പാഡിൽ ലോക്ക് കൺട്രോൾ ബട്ടണും 4 ഡോർ പവർ വിൻഡോയും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. മിറർ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. ആകെ എനിക്ക് മിസ് ഔട്ട് ചെയ്ത സംഭവം ഓട്ടോ ഡിമ്മിങ് മിററില്ല എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ഓട്ടോ ക്ലൈമറ്റ് AC ആണ് വരുന്നത്. പിന്നീട് നമ്മൾ ഇങ്ങോട്ട് നോക്കുവാണെങ്കിൽ ഇതാണ് ഇവൻ്റെ മെയിൻ സാധനം, DSG എന്നുള്ളൊരു ബാഡ്ജിങ് നമുക്ക് ഇവിടെ കാണാം. ഇതിൻ്റെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വാ എന്നാണ് പറയേണ്ടത്. പിന്നെ ഹാൻഡ് ബ്രേക്ക് കാണാം. ഹാൻഡ് റെസ്റ്റ് എന്തുകൊണ്ട് കൊടുത്തിട്ടില്ല, അത് വേണ്ടതായിരുന്നു ഒരു ഓട്ടോമാറ്റിക് വാഹനത്തിനെ സംബന്ധിച്ച്. അത് എക്സ്ട്രാ ആയിട്ട് ആഡ് ഓൺ ചെയ്യുന്ന കാര്യമുള്ളൂ. ഇനി നമുക്ക് റിയർ സീറ്റും കൂടി കണ്ടിട്ട് നേരെ ഇവൻ്റെ ഡ്രൈവിലോട്ട്. റിയർ സീറ്റിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഞാൻ ഇപ്പം നിങ്ങൾക്ക് കാണാം സ്പേസ് ഒക്കെ മിനിമലായിട്ടുള്ള സ്പേസുകൾ. ഇപ്പോൾ എൻ്റെ കംഫർട്ടിനനുസരിച്ചാണ് ഫ്രണ്ട് സീറ്റ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് മുട്ടിടിക്കുന്നുണ്ട്.
പിന്നെ നടുക്കൊരു മതിലുള്ളതുകൊണ്ട് ഒരു ചെറിയ ഫൗണ്ടേഷൻ കെട്ടി വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് 3 പേർക്ക് ഇരിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കേണ്ട. 2 പേർക്ക് അത്യാവശ്യം തരക്കേടില്ലാതിരിക്കാം. പിന്നെ ഇതിൻ്റെ ഇരിക്കേണ്ട സീറ്റ് അതാണ് എനിക്ക് പറയാനുള്ളത്. വേറെ ഒന്നും റിയർ സീറ്റിനെ പറ്റി പറയാനില്ല. പിന്നെ എല്ലാം തികഞ്ഞൊരു വാഹനം ഇല്ല എന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നേരെ ഡ്രൈവിലോട്ട് കിടക്കാം. പോളോ സ്പോർട്സ് മോഡിൽ ഇട്ടിരിക്കുകയാണ്. ബാക്കിൽ വണ്ടിയില്ല എന്ന് ഉറപ്പുവരുത്തി ആക്സിലേറ്റർ കൊടുത്തു. ഇതാണ് പോളോ GTയുടെ പെർഫോമൻസ്, അല്ലെ ഇതാണ് GT എന്നാണ് പറയേണ്ടത്. ഏകദേശം 103 PHP 175 ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു 1.2 ലിറ്റർ 4 സിലിണ്ടർ എഞ്ചിനാണ് ഈ വാഹനത്തിന് കരുത്ത് വരുന്നത്. അതൊരു 1.5 കരുത്ത് തന്നെയാണ്. സ്പോർട്സ് മോഡിലോട്ട് കാല് കൊടുക്കുമ്പോൾ ഏതൊരു വാഹനത്തിനെ ഓവർടേക്ക് ചെയ്ത് നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്ത് നമ്മൾ അപ്പം തന്നെ ചെയ്യും എന്നാണ് ഇതിന്റെ പറയാനുള്ളത്. നമ്മളെ ബാക്കിലോട്ട് വലിച്ചിടുന്ന ഒരു പെർഫോമൻസ് ആണ് വാഹനം കാഴ്ചവെക്കുന്നത്. 0 to 100 ഒക്കെ നിസ്സാര സമയം കൊണ്ടാണ് വാഹനം അച്ചീവ് ചെയ്യുന്നതെന്നാണ് നമുക്ക് പറയേണ്ടത്. സ്റ്റെബിലിറ്റി പിന്നെ പറയണ്ടല്ലോ, പോളോ അതിൽ പേര് കേട്ടൊരു സാധനം തന്നെയാണ്. സ്റ്റിയറിംഗിന്റെ സ്റ്റെബിലിറ്റി, ആ ഒരു ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് വേറെ തന്നെയാണ്. അത് വോക്സ്വാഗന്റെ ഏത് വാഹനം ഓടിച്ചാലും ആ ഒരു ജർമ്മൻ മികവ് നമുക്ക് അവിടെ വ്യക്തമാവും. പിന്നെ നമുക്കിതൊന്നും ഓടിക്കാനുള്ള റോഡ് ഇവിടെ ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്നാലും ഇതൊരു രസകരമായിട്ടുള്ള ഒരു അനുഭവം തന്നെയാണ്. അങ്ങേയറ്റം ത്രില്ലടിപ്പിച്ച് നമുക്ക് വളരെ വാഹനം എൻജോയ് ചെയ്ത് ഡ്രൈവ് ചെയ്യാൻ പറ്റിയ ഒരു ഹാഷ് ബാക്ക് ആണ് പോളോ GT എന്ന കാര്യത്തിൽ സംശയമില്ല. ആ GTക്ക് ഒരു പടി മേളിലാണ്. നോർമൽ പോളോ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു പടി മേളിൽ തന്നെയാണ് GT. നമ്മൾ ആ ടോർക്ക് കൺവെർട്ടർ ഓടിച്ചപ്പോഴും നമ്മൾ അങ്ങനെ പറഞ്ഞു. പക്ഷേ ടോർക്ക് കൺവെർട്ടറിനാലും ഒരു പടി മേളിലാണ് DCT എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ അത് 1 ലിറ്റർ ടെർബോ ചാർജിനാണ്, ഇത് 1.2 ആണെന്നുള്ളൊരു വ്യത്യാസം കൂടി നമുക്ക് തീർച്ചയായിട്ടും ഡ്രൈവിന്റെ സമയത്ത് അത് അനുഭവപ്പെടുന്നുണ്ട്. മൈലേജ് ഏകദേശം കമ്പനി ക്ലെയിം ചെയ്യുന്നത് 17 കിലോമീറ്റർ ആണ്. പക്ഷേ എൻ്റെ ഒരു കണക്കൂട്ടിൽ വെച്ചൊരു 13-14 കിലോമീറ്റർ ഒക്കെ മൈലേജ് കിട്ടാൻ സാധ്യതയുണ്ട് മര്യാദക്ക് ഓടിച്ച്. നമ്മൾ ചവിട്ടിക്കുത്തി ഓടിച്ച ഒരു 10 കിലോമീറ്റർ കിട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം വാഹനത്തിന്റെ ഗിയർ ഇപ്പോൾ തന്നെ നമ്മൾ 40 കിലോമീറ്റർ സ്പീഡിൽ പോകുമ്പോൾ 4ാമത്തെ ഗിയറിലാണ് വണ്ടി. ഒരു 60-70 കിലോമീറ്റർ സ്പീഡ് ആകുമ്പോൾ തന്നെ 7 ഗിയറും വാഹനത്തിന്റെ വീഴും. RPM ഒരു 1000 അടുപ്പിച്ചാണ് RPM കിടക്കുന്നത്. അപ്പം വണ്ടി ഒട്ടും റേസ് ആകുന്നില്ല. അപ്പം മൈലേജ് കിട്ടാനുള്ള ചാൻസും കൂടുതലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ അത് ടോർക്ക് കൺവെർട്ടർ പക്ഷേ എനിക്ക് ഒട്ടും മൈലേജിലായിട്ട് ഫീൽ ചെയ്തു. ഒരു പെട്രോൾ കുടിയൻ തന്നെയാണ്. കാരണം അത്യാവശ്യം നല്ല എരപ്പ് ഫീൽ ചെയ്തു. പക്ഷേ ഇതിൽ അങ്ങനെ ഒന്നും ഫീൽ ചെയ്തില്ല. വാഹനം നല്ല സ്മൂത്തായിട്ട് ഒന്നും അറിയാത്ത രീതിയിൽ പോകണമെങ്കിൽ അങ്ങനെ പോകാം. ചവിട്ടി കയറി പോകണമെങ്കിൽ ആസ്വദിച്ച് ഓടിക്കണമെങ്കിൽ അങ്ങനെ ഓടിക്കാൻ പറ്റിയ ഒരു കിടിലൻ സാധനം തന്നെയാണ്. സിറ്റിയിലായാലും ലോങ് പോകാനായാലും സേഫ്റ്റിയുടെ കാര്യം എടുത്തു നോക്കിയാലും എന്തിലായാലും 165 ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട്. അത് ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. നല്ല സീറ്റിംഗ് പൊസിഷനാണ്. എല്ലാം കൊണ്ടും വാഹനം സെറ്റാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ പോളോ GTയുടെ ഡ്രൈവ് പറയാനായിട്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. പോളോ GTയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നേ വിശ്വസിക്കുന്നു. പിന്നെ അത് മാത്രമല്ല, ഇത് സെയിലിനുള്ളതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ 2016-17 രജിസ്ട്രേഷൻ പോളോ GT ഹൈലൈൻ വേരിയൻ്റ് ആണ്. യാതൊരു റീപ്ലേസ്മെൻറ്റോ റീപെയിൻറ്റോ കാര്യങ്ങളോ ഒന്നും അഫക്റ്റ് ആകാത്ത വാഹനമാണ്. നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ നിൽക്കുന്നതാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്രൈസ് 6.25 ആണ്. ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ട് നമ്പറിൽ വിളിക്കുക, സംസാരിക്കുക. നെഗോഷ്യബിൾ ആണ് പ്രൈസ്. കറക്റ്റ് ചെയ്ത് നമുക്ക് തരാം. അപ്പോൾ അത്രയൊക്കെ തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം.